അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഷെയ്ക്കാണ് കേട്ടോ. നമുക്ക് നല്ല ചൂടാണ്, ബീട്രൂട്ടിനൊക്കെ നല്ല വില കുറഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഉണ്ടാക്കിയാണ് ഫ്രീസ് ചെയ്ത് വെച്ചാൽ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴും ഗസ്റ്റുകൾ വരുമ്പോഴൊക്കെ നമുക്കിത് പാല് ചേർത്ത് അടിച്ചാൽ എല്ലാവർക്കും നല്ല ഇഷ്ടത്തോടു കൂടി കുടിക്കും. ഇതിൽ കുറച്ച് കസ്കസും കൂടി വെള്ളത്തിലിട്ട് അതും കൂടി ചേർത്താൽ നല്ല കാണാനും നല്ല ഭംഗിയായിക്കാരം. നമുക്കിത് ഉണ്ടാക്കണം എങ്ങനെ നോക്കിയാലോ. ഇത് ഏകദേശം 1 കിലോ ബീട്രൂട്ട് ഉണ്ട്. വലിയ 3 ബീട്രൂട്ടായിരുന്നു. ഇത് നല്ലോണം ചെത്തി കഴുകി ഇത്ര വലുപ്പത്തിലാക്കിയിട്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ അത് വേവിച്ചെടുക്കണത്. കുക്കറിലൊരു 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യണേ. ഞാൻ 1 കിലോ ബീട്രൂട്ടിക്ക് ഒരു 10 ഏലക്കായി, നമ്മളത് അരച്ചെടുക്കുമ്പോൾ ഏലക്കായി കൂട്ടി അരക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു 10 ഏലക്കായി ആണ് ഞാൻ അതിക്ക്. നല്ല ഫ്ലേവറിൽ ഏലക്കായി അതുകൊണ്ട് ഒരു 10 എടുത്തിട്ടുണ്ട്. നിങ്ങളത് ചെറുതാണെങ്കിൽ ഒരു 10 15 ഒക്കെ എടുക്കാം കേട്ടോ. കാരണം നമ്മൾ പാലിക്ക് ഇത് വളരെ കുറച്ചേ ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഏലക്കായിൻ്റെ ഫ്ലേവർ വരണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കും. ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക. ഇത് വേവല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് 2 വിസിലടുപ്പിച്ചിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണ് അരച്ചെടുക്കുന്നത്. ചൂടോട് കൂടി അരയ്ക്കരുത്, തണുത്തിട്ട് മാത്രം അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നമ്മളത് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ. ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിടണം. അല്ലാതെ പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത്. ഓക്കെ, ഫ്രിഡ്ജിൽ വെച്ചാൽ കേടുവരും. ഈ കുക്കറിൽ തന്നെ ഉള്ള വെള്ളമാണ് നമ്മൾ അരക്കുമ്പോഴും ചേർത്ത് കൊടുക്കേണ്ടത്. മിക്സിൻ്റെ ജാറൊക്കെ നല്ല ഉണങ്ങിയ ജാറായിരിക്കണം. കയ്യിലൊക്കെ വെള്ളമില്ലാത്ത കയ്യിൽ ഉപയോഗിക്കണം. ഇനി നമ്മളിതൊരു അരിപ്പിയിലിട്ടിട്ട് അരിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല കുറുന്ന നല്ല കായം പോലെയല്ല ബീട്രൂട്ടിൻ്റെ ഇതാണ് നമുക്ക് കിട്ടുക. ഇത് നമ്മൾ ഫ്രീസ് ചെയ്യുകയാണ് കേട്ടോ. ഞാനിത് ചോക്ലേറ്റിൻ്റെ മോൾഡിലാണ് ഒഴിച്ചു കൊടുക്കണത്. നിങ്ങൾക്കിത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ് ക്യൂബൊക്കെ ഉണ്ടാക്കണേ അതിലും വെച്ച് ചെയ്യാം. ഇങ്ങനത്തെ ഒരു 4 പീസ് മതി നമുക്ക് പാലിലിട്ട് അടിച്ചാൽ. അത്യാവശ്യത്തിന് ഒരു 3 4 ഒക്കെ കൊടുക്കാനുള്ളതുണ്ടാവും. ഇത് ഓവർനൈറ്റ് വെക്കണം. രാത്രി വെച്ചാൽ രാവിലെ എടുക്കുമ്പോൾ ഇതുപോലെ നല്ലോണം ഫ്രീസായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊരു ഫ്രീസാക്കിയിട്ട് മാത്രം നമുക്കൊരു ബോക്സിക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു കുപ്പിയിലാണ് ആക്കി വെക്കണത്. ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ ഉരുകിയിട്ട് കായം പോലെയാവും. ഇനി ഞങ്ങൾക്കത് ജ്യൂസാക്കണം കാണിച്ചാൽ. അതിൽ മിക്സിയിൽ അടിച്ചെടുത്തതിൻ്റെ വളരെ കുറഞ്ഞ ഇതേ ഉള്ളൂ. അതിലേക്ക് പാലൊഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. പഞ്ചസാര നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ കേട്ടോ. നമ്മൾ നേരത്തെ അരിച്ചു, പക്ഷെ മിക്സിത്തെ നമ്മൾ അരിച്ചിട്ടില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ജ്യൂസാക്കി എടുക്കുമ്പോൾ അരിച്ചിട്ടെടുക്കണം. എങ്ങനെയായാലും ആ ബീട്രൂട്ടിൻ്റെ നാരോ ഒക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. അതേപോലെ കസ്കസ് വെള്ളത്തിലിട്ട് അതും ചേർത്ത്. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ കളറ് കാണുമ്പോൾ. നമുക്ക് അവരോട് പറയാം കേട്ടോ, ഇത് കളറൊന്നുമല്ല, നാച്ചുറലായിട്ടുള്ളതാണ്, ധൈര്യമായിട്ട് കുടിച്ചോളൂ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഫ്രീസ് ചെയ്ത ഐസ് ക്യൂബ് ഉണ്ടല്ലോ, അത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നല്ലതായിരിക്കും. ബ്ലഡ് ഉണ്ടാവാനൊക്കെ കുട്ടികൾ, ഇപ്പോൾ എല്ലാവർക്കും ബ്ലഡ് ഇല്ലാത്ത പ്രശ്നങ്ങളല്ലേ. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്നും ഒരു കുട്ടികൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.